മറ്റു വാർത്തയിലേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പ്. ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാലപരിധി 18 നിന്ന് 22 വർഷമാക്കി ഉയർത്തി. അംഗീകൃത ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാരുടെ സാന്നിധ്യം ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളിൽ വേണം. ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർ ടെസ്റ്റ് നടക്കുന്ന സ്ഥലങ്ങളിൽ വേണമെന്ന വ്യവസ്ഥയിലും ഉപാധികളോടെ ഇളവനുവദിച്ചു. ഡാൻ കുര്യൻ ചേർന്ന്. ഡാൻ, പുതിയ ഗതാഗത മന്ത്രി വന്ന ശേഷം നിരവധിയായ പരിഷ്കാരങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ എന്താണ് പുതിയ വിവരങ്ങൾ? രാജ്യത്ത് നീണ്ട പ്രതിഷേധങ്ങൾക്ക് ഒടുവിലാണ് ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വീണ്ടും പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഗതാഗത വകുപ്പ് തയ്യാറായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 18 വർഷം കാലപരിധിയുള്ള വാഹനങ്ങൾ മാത്രമേ ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു നിലനിന്നിരുന്ന നിബന്ധന. ആ നിബന്ധനയിൽ ഇളവനുവദിച്ചിരിക്കുന്നു. 22 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾ ഈ ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കാം എന്നതാണ് പുതിയ വ്യവസ്ഥ. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി എടുത്തു പറയേണ്ടതും. അതോടൊപ്പമാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇൻസ്ട്രക്ടർമാരുടെ സാന്നിധ്യം വേണമെന്ന വ്യവസ്ഥ. അത് വലിയ തരത്തിൽ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചിരുന്നു. ആ വ്യവസ്ഥയിലും ഇപ്പോൾ ഇളവ് വന്നിരിക്കുകയാണ്. അവിടെ അവർ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഡ്രൈവിംഗ് പരിശീലന സമയത്ത് അംഗീകൃത ഇൻസ്ട്രക്ടർമാർ വേണം. അതിനപ്പുറത്തേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സമയങ്ങളിൽ ഇൻസ്ട്രക്ടർമാർ വേണമെന്ന വ്യവസ്ഥയിൽ ഉപാധികളോടെ ഇപ്പോൾ ഇളവ് അനുവദിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായി അത് വലിയ തോതിൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് ഗുണം ചെയ്യുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അവരെ വിശ്വാസത്തിലെടുക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പരിഷ്കാരങ്ങൾ മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്തായാലും മറ്റ് തൊഴിലാളി സംഘടനകൾ പുതിയ വ്യവസ്ഥകളോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവന്നിട്ടില്ല. പക്ഷേ അവർ സ്വാഗതം ചെയ്യാൻ തന്നെയാണ് സാധ്യതയെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി.